ചില ജോബുകളൊക്കെ നമുക്കിത് സിംഗിൾ കവറായിട്ട് നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ നല്ല ഒട്ടുമിക്ക ആളുകളും നമ്മളുമായിട്ട് ബിസിനസ് മുന്നോട്ട് പോകുന്നവരാണ്. എന്നാൽ കുറച്ച് കസ്റ്റമേഴ്സ് കുറച്ച് എൻക്വയറീസ് വരുന്നത് എപ്പോഴും നമുക്കതൊരു സ്റ്റക്കായി നിൽക്കാറുണ്ട്. ചില ജോബുകളൊക്കെ നമുക്കിത് സിംഗിൾ കവറായിട്ട് നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അതെന്ന് വെച്ചാൽ ഇതുപോലെ ഈ ക്യാൻഡീസ് പോലത്തുള്ള ഈ റോള്, ചില സാഷേസ് വരുന്നുണ്ട്. അതുപോലെ ഇത് ഡിറ്റർജന്റ് കേക്ക്, ഡിഷ് വാഷ് ബാർ, ഇതുപോലത്തെ ചെറിയ പാക്കുകളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനിലേക്കുള്ള റോൾ രൂപത്തിലാണ് സപ്ലൈ ചെയ്യാൻ പറ്റുക. അത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പാക്ക് ചെയ്യുന്ന പാക്കിംഗ് മെഷീന് മസ്റ്റായിട്ടും വേണം. ഇത്തരം പ്രൊഡക്റ്റുകൾ സിംഗിൾ പീസായിട്ട്, അതായത് കുഞ്ഞു കവറായിട്ട് സപ്ലൈ ചെയ്യാൻ നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ല. അപ്പോൾ നമുക്ക് വരുന്നവരിൽ നല്ലൊരു എൻക്വയറീസും അതുപോലെയാണ്. കാരണം വളരെ ചെറിയ ഐറ്റംസ് ആയിരിക്കും, പക്ഷെ അതുകൊണ്ട് അവർക്ക് പാക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ലാത്തത് കാരണം നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റാറില്ല. ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള ലെവലിൽ നമ്മളെ സമീപിക്കുന്ന ഏതൊരു കസ്റ്റമർക്കും ഞങ്ങൾ ഇതുപോലെ സിംഗിൾ കവറുകളായിട്ടാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യാറുള്ളത്. എന്നാൽ അവരുടെ മാർക്കറ്റ് ഒരു വൈഡ് മാർക്കറ്റോ, പാക്കിംഗ് വളരെ സ്പീഡാക്കണം എന്ന രീതിയിലേക്ക് മാറണമെങ്കിൽ എങ്ങനെയായാലും നിങ്ങൾ ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ ചൂസ് ചെയ്യണം ഏറ്റവും നല്ലത്. എങ്കിൽ മാത്രമേ അത് ഫാസ്റ്റ് ആയിട്ട് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സിലേക്ക് കൺവേർട്ടഡ് ആവുകയുള്ളൂ.